ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുക്കറിൻ്റെ ഒരു സർവീസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കറിൻ്റെ സേഫ്റ്റി വാൾവ് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സേഫ്റ്റി വാൾവ് മാറ്റാം. ഒരു കട്ടിംഗ് പ്ലയർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ലൂസാക്കുക. എന്നിട്ട് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ കിട്ടും. ഒന്ന് ലൂസായി കിട്ടിയാൽ പിന്നെ കൈ ഉപയോഗിച്ചാലും മതി. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ആ പഴയ സേഫ്റ്റി വാൾവായി ഒന്ന് ഊരിയെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ പുതിയ സേഫ്റ്റി വാൾവ് ഇടേണ്ടത്. അപ്പോൾ ഇത് ഔട്ടർ ലിഡിനും ഇന്നർ ലിഡിനും വ്യത്യസ്ത തരം സേഫ്റ്റി വാൾവാണ്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ നോക്കി വാങ്ങണം. ഈ ഔട്ടർ ലിഡിനാണെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടായിരിക്കും അതിൻ്റെ മുകൾ ഭാഗത്ത്. ഇന്നർ ലിഡിനാണെങ്കിൽ അതുണ്ടാവില്ല, രണ്ട് വശവും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ സൂക്ഷിച്ച് വാങ്ങണം. അതുപോലെ തന്നെ ഇതിനാകെ 5 രൂപയോ 10 രൂപയോ ചിലവ് വരുന്നുള്ളൂ. നമ്മൾ ഇത് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ച് ചിലവർ അടച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട്, ഈ ഹോൾ അടച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അതൊക്കെ പൊട്ടിത്തെറിക്കാൻ കാരണമാണ്. നമ്മളിപ്പോൾ സേഫ്റ്റി വാൾവ് ആ വാഷർ വരുന്ന ഭാഗം മുകളിലാക്കിയിട്ട്, അവിടെ ഒരു ചെറിയൊരു വാഷർ വരുന്നുണ്ട്, ആ ഭാഗം മുകളിലാക്കിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി കട്ടിംഗ് പ്ലയർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, ഇതിൻ്റെ വിസിൽ നമ്മൾ ഊരൽ പോലുമില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതൊന്ന് വൃത്തിയാക്കുന്നത് നല്ലതാണ്. അതുപോലെ വാഷറുടെ ഭാഗത്തൊക്കെ ഫുഡിൻ്റെ കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും. പലരും ഇതൊന്നും വൃത്തിയാക്കാറ് പോലുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാവുന്നതാണല്ലോ ഇതെല്ലാം. അപ്പോൾ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മൾ വിസിൽ വരുമ്പോൾ തന്നെ ആ വിസിലിൻ്റെ മുകൾ ഭാഗത്തിലുള്ള ഹെഡ് വരെ നമുക്ക് ഊരാൻ കഴിയുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊരി അതിൻ്റെ അകത്തുള്ളതൊക്കെ വൃത്തിയാക്കാൻ നല്ലതാണ്. ഇതുപോലെ ഒരുപാട് കറ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കുന്നത് അതൊക്കെ നല്ലതാണ്. നമ്മുടെ കുക്കറിനൊക്കെ നല്ല വൃത്തിയുള്ളതായി മാറ്റാൻ കഴിയുന്നതാണ്. സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഹെഡൊക്കെ ടൈറ്റ് ചെയ്ത്, ഇത് അറിയുന്നതാണ് എല്ലാവർക്കും, ഒന്ന് ഉപയോഗിച്ചാൽ തന്നെ അറിയാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നർ ലിഡ് സേഫ്റ്റി അങ്ങനെ മാറ്റാൻ നോക്കാം. രണ്ടും ഒരുപോലെ തന്നെയാണ്. സേഫ്റ്റിക്ക് ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടും ഒരുപോലെ തന്നെയാണ്. നമ്മൾ കട്ടിംഗ് പ്ലയറൊക്കെ ഉപയോഗിച്ച് സാധാരണ ലൂസാക്കി എടുക്കുക. ഇന്നർ ലിഡ് ഔട്ടർ ലിഡിലേറെ ഒന്നുകൂടെ പ്രയാസമാണ് ഊരിയെടുക്കാനൊക്കെ. എങ്കിലും നമ്മൾ ലൂസായി കിട്ടിയാൽ അത് സിമ്പിളായി പോരുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ടർ ലിഡ് വെച്ച പോലെ തന്നെ നമുക്ക് ഇന്നർ ലിഡിൻ്റെയും വെക്കാം. പക്ഷേ ഇതിന് വാഷർ നമ്മൾ അടിയിൽ നിന്നാണ് കൊടുക്കുന്നത്, അത് ശ്രദ്ധിക്കണം. നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്കാണ് കൊടുക്കുന്നത്. മറ്റേത് നമ്മൾ ഔട്ടർ ലിഡിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്കായിരുന്നു. ഇത് അടിയിൽ നിന്ന് മുകളിലേക്കാണ് വെക്കുന്നത്. എന്നിട്ട് പഴയ പോലെ തന്നെ ടൈറ്റ് ചെയ്യുകയാണ് വേണ്ടത്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മറ്റേത് ടൈറ്റ് ചെയ്യുന്നത്, എങ്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം, ഒരു കട്ടിംഗ് പ്ലയറോ ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സേഫ്റ്റി മാറ്റേണ്ടത്. ഇനി നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുക്കറൊക്കെ പൊട്ടിത്തെറിക്കാൻ കാരണം തന്നെ ഈ കാണുന്നത് കണ്ടോ, ഇതിപ്പോൾ ഒരു സ്ക്രൂ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഈ സേഫ്റ്റി വാൾവിൻ്റെ ഹോൾ പൊട്ടിയപ്പോൾ അവിടെ സ്ക്രൂ ഇട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മർദ്ദം പുറത്തേക്ക് പോകാൻ കഴിയാതെ ഈ കുക്കർ പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഇടയ്ക്കൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് സൂചിയൊക്കെ എടുത്തൊന്ന് വൃത്തിയാക്കുന്നത് നല്ലതാണ്. അവിടെയൊക്കെ അടഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് നല്ലതാണ്. അവിടെ അടഞ്ഞാലാണ് ഈ കുക്കറൊക്കെ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ നമുക്ക് അടുത്ത പുതിയ അറിവുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്